പീഡാനുഭവ സ്മരണയിൽ ഭക്തിസാന്ദ്രമാണ് മലയാറ്റൂരിലെ കാഴ്ചകളൊക്കെ. ദുഃഖവെള്ളിയാഴ്ച മല കയറാൻ എത്തിയത് ആയിരക്കണക്കിന് ഭക്തരാണ്. മരക്കുരിശെടുത്തും കുരിശിന്റെ വഴി ചൊല്ലിയുമാണ് പീഡാനുഭവ സ്മരണയിൽ ഭക്തർ മല ചവിട്ടുന്നത്. ആസിഫ് മുഹമ്മദ് ഉണ്ട് അവിടെ നിന്ന്. ആസിഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യേശുദേവന്റെ പീഡനാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി ഇന്ന് വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ദിനമായി ആചരിക്കുകയാണ്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂർ നമുക്ക് കാണാൻ കഴിയും. കുരിശിന്റെ വഴിയിൽ വിശ്വാസികൾ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളാണ് ഇന്ന് പുലർച്ചെ മുതൽ ഇങ്ങനെ മലയാറ്റൂർ കുരിശുമലയിലേക്ക് എത്തുന്നത്. വലിയ മരക്കുരിശടക്കം ഏന്തിയാണ് വലിയ രീതിയിൽ വിശ്വാസികൾ ഇങ്ങനെ ഇപ്പോൾ മല കയറിക്കൊണ്ട് ഇരിക്കുന്നത്. കാൽനടയായി ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ വഴിയിലുള്ള യാത്ര തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുരിശിന്റെ വഴിയിലെ ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങളുടെ സ്മരണയിൽ തീർത്ഥാടന പാതയിലെ 14 സ്ഥലങ്ങളിലും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചടക്കമാണ് ഈ വിശ്വാസ സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. തീർത്ഥാടകർക്ക് ആവശ്യമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും എന്തായാലും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിനം പള്ളികളിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും വിവരിക്കുന്ന പ്രത്യേക ശുശ്രൂഷകളടക്കം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ കുരിശിന്റെ വഴിയിലൂടെ വിശ്വാസ സമൂഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെ നിന്നായിട്ടാ വരുന്നേ? ഞങ്ങൾ കൊണ്ടന്നൂര്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എന്തായാലും ഒരു രാവിലെ പുറപ്പെട്ട അവിടുന്ന്? അതെ, രാവിലെ പുറപ്പെട്ട 5 മണിയായപ്പോൾ ഇറങ്ങിയത്. അതെ, ഫാമിലിയാണ്. കുണ്ടന്നൂർ എന്നുള്ള ഫാമിലിയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിന് പ്രായവും ഒന്നും ആവശ്യതയും ഒന്നും കാര്യമാക്കാതെ തന്നെ നിരവധി ആളുകൾ അങ്ങനെ എത്തുന്നുണ്ട്. നമുക്ക് കാണാം, ഒരു നല്ല പ്രായമായ ഒരു അമ്മയടക്കം ഇങ്ങനെ മല കയറി പോകുന്നുണ്ട്. അമ്മയ്ക്ക് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. എല്ലാ വർഷവും ഒന്ന് മോളി പറ്റാറില്ല. ഇടയ്ക്ക് ഇവിടെ കുരിശങ്ങ് വരും, പോകും. ഇന്ന് പക്ഷെ കുറച്ചധികം കയറിയല്ലേ? ഒന്ന് കേറാന്ന് ഓർത്ത് പോണതാണ്. എന്റെ പുണ്യ മുത്തപ്പന അവിടെ കയറ്റും. തീർച്ചയായും. അതായത് ആ ഒരു വിശ്വാസികളുടെ ആ പ്രതീക്ഷയും മറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മ എല്ലാ വർഷവും ഇങ്ങനെ എത്താറുള്ളതാണ് അമ്മ പറയുന്നത്. എല്ലാ വർഷവും അങ്ങ് മുകളിൽ വരെ എത്താൻ കഴിയാറില്ല. ആവശ്യമായി സ്വാഭാവികമായും പകുതി വഴി എത്തിയിട്ട് തിരിച്ചു വരികയാണ് പതിവ് എന്ന് പറയുന്നു. വലിയൊരു മരക്കുരിശുമായി ഇപ്പോൾ കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി ആളുകളാണ് വലിയ മരക്കുരിശുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഒരു കാൽവരി അവരുടെ ഓർമ്മകൾ പുതുക്കി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാറ്റൂർ കുരിശുമല കയറുന്ന ആ ഒരു വലിയ വിശ്വാസ സമൂഹത്തെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. എവിടുന്നായിട്ടാ വരുന്നത്? ഞങ്ങള് കൊല്ലം. ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനെ എത്താറുണ്ടോ? ഞങ്ങൾ നേരത്തെ എല്ലാ വർഷവും വരുന്ന. അതിൽ കൊല്ലത്തു നിന്നുള്ള വിശ്വാസ സമൂഹമാണ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അത്ര വലിയ ഒരു കുരിശും വേണ്ടിക്കൊണ്ട് അവർ ഇങ്ങനെ എന്തായാലും ഓർമ്മകൾ പുതുക്കി, യേശു ഏറ്റുവാങ്ങിയ പീഡനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ആത്മീയ വഴിയിലൂടെയുള്ള ആ സഞ്ചാരം എന്തായാലും ഈ മണിക്കൂറുകളിലെല്ലാം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അരുൺ ഹുണികനൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം. ഓരോ മനുഷ്യരുടെയും വിശ്വാസമാണല്ലേ. അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ ലോകത്തിന് ഇത്രയും വലിയൊരു സന്ദേശം നൽകിയ മറ്റൊരു ദിവസവും ഇല്ല. ലോകത്തിൻ്റെ മുഴുവൻ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങിയാണ് ദേവപുത്രൻ കുരിശു വരച്ചത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ആ അമ്മയ്ക്ക് ഇത്തവണ മല കയറാൻ കഴിയട്ടെ, അങ്ങ് ഏറ്റവും മുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആസിഫാണ് മലയാറ്റൂർ പള്ളിയിൽ. മലയാറ്റൂർ പള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും മറ്റേ പാട്ട് ഓർമ്മ വരും. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം. പക്ഷേ ഇന്ന് പെരുന്നാളല്ല, ദുഃഖവെള്ളിയാണ്. പക്ഷേ എങ്കിൽ ഞാൻ പറയുമായിരുന്നു, എനിക്ക് എപ്പോൾ ആ പള്ളിയുടെ പേര് കേട്ടാലും എനിക്ക് ആ ഒരു പാട്ട് ഓർമ്മ വരും.